നമസ്കാരം, SV ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിങ്ങനെ ഫേസ്ബുക്കിൽ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഒരു മീം കണ്ടു. അതായത് തുടരും എന്ന് പറയുന്ന സിനിമയിൽ നമ്മുടെ ലാലേട്ടൻ ഇങ്ങനെ കൈകുത്തി ചാടി വരുന്ന ഒരു സീക്വൻസ് കണ്ടിട്ട് അത് അങ്ങോട്ട് ചാടുന്നതും ഇങ്ങോട്ട് ചാടുന്നതും, നിയുക്ത MLA എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടൊരു ചാട്ടം, അതായത് ലാലേട്ടൻ്റെ ബാക്ക് ഷോട്ടാണ് കാണിക്കുന്നത്. തോറ്റ MLA എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചൊരു ചാട്ടവും കാണുന്നുണ്ട്. ഇത് സത്യത്തിൽ ഇത് കണ്ടപ്പോൾ നമുക്ക് ചിരി പൊട്ടിപ്പോയി. കാരണം വേറൊന്നുമല്ല, പട പേടിച്ച് പന്തളത്തി എന്നപ്പോൾ അവിടെ പന്തം കൊളുത്തി പട എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ല് കൂടി ഓർമ്മയിൽ വരികയാണ്. ഇവിടെ ഒരാൾ കുറച്ചു കാലം സംഖ്യയായിരുന്നു, അതിനുശേഷം സംഗീതരമൊക്കെ വിട്ട് കൊങ്ങിയായി മാറുന്നു. അങ്ങനെ കൊങ്ങിയായി കുറച്ചു കാലം ഇങ്ങനെ നിന്നിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഏത് പ്രോജക്റ്റ് വന്നാലും കൃത്യമായി വിമർശിക്കുക. വയനാട് ചൂരൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ബാധിതരെ, ദുരന്ത ബാധിതരെ സഹായിക്കാൻ വേണ്ടി സ്വന്തം നാട്ടിൽ ഏതോ ഒരു സുഹൃത്ത് കൊടുക്കുന്ന ഭൂമിയിൽ ഒരു വീട് വെച്ച് കൊടുക്കാം എന്ന് വീമ്പിളക്കുക. സർക്കാരിൻ്റെ നിധിയിലേക്ക് ഒരു രൂപ പോലും ആരും സംഭാവന ചെയ്യരുത് എന്ന് ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുക. അങ്ങനെ തുടങ്ങിയ വലിയ കലാപരിപാടികളുമായി കളം നിറഞ്ഞാടിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. എന്നിട്ട് ഇടയ്ക്ക് VD സതീശൻ്റെ കാല് പിടിക്കാൻ പോകുന്നത് പോലുള്ള ആംഗ്യങ്ങളും ആക്ഷനുകളും ഒക്കെ കാണിക്കുക. എന്നിട്ട് സതീശനെയും രമേശ് ചെന്നിത്തലയെ എന്നടക്കമുള്ള എല്ലാ നേതാക്കന്മാരെയും ഇങ്ങനെ വല്ലാണ്ട് സുഖിപ്പിക്കുന്ന രീതിയിലൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോൾ ഏറെക്കുറെ എല്ലാവർക്കും കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അപ്പോൾ ഒരു നിയുക്ത MLA ആകാൻ വേണ്ടിയിട്ട് തൃക്കാക്കരയ്ക്ക് വണ്ടി കയറുന്നു. ആ വണ്ടി കയറിയപ്പോൾ കൊണ്ടു നിർത്തിയത് സാബു എൻ ജേക്കബിൻ്റെ 2020 എന്ന് പറയുന്ന ഒരു ഉഡായിപ്പ് വണ്ടിയായിരുന്നു. ആ വണ്ടിയിൽ കയറുന്നു. ആ വണ്ടിയിൽ കയറി തൃക്കാക്കരയിലേക്ക് പോകുന്നു. തൃക്കാക്കരയിൽ പോയി ഭേഷായിട്ട് ഉമാ തോമസിനെടുക്കെ അങ്ങ് പൊട്ടുന്നു. പൊട്ടി തിരിച്ചു വരുന്നു. പൊട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ ആർക്കും വേണ്ട ആരെ, ഈ പറയുന്ന വിരുദനെ. ഇവിടെ കൊട്ടാരക്കരയിൽ KN ബാലഗോപാലിനെതിരായി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ മത്സരിക്കാം എന്ന് കരുതിയിരുന്നു. പക്ഷേ അപ്പോഴാണ് ഇവിടെ CPM ഉണ്ടായിരുന്ന ഐഷാ പോറ്റിക്ക് കിട്ടിയതൊന്നും പോരാ, ഇനിയൊന്ന് മറിച്ച് ചിന്തിച്ചാലോ എന്നൊരു ചിന്ത ഉണ്ടാവുകയും ഐഷാ പോറ്റി മറുകണ്ഠം ചാടുകയും ചെയ്തത്. അങ്ങനെ മറുകണ്ഠം ചാടി വന്നതുകൊണ്ട് തന്നെ ഐഷാ പോറ്റി KN ബാലഗോപാലിനെ പരാജയപ്പെടുത്തുമെന്ന് വല്ലാതെ കോൺഗ്രസ്സുകാരങ്ങി വ്യാമോഹിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഐഷാ പോറ്റി അവിടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുകയും ചെയ്തു. ഇതോടുകൂടി രശ്മി എന്ന് പറയുന്ന അവിടെ ഉണ്ടായിരുന്ന മുൻപത്തെ സ്ഥാനാർത്ഥിയായിരുന്ന ഒരാൾ വളരെ പെട്ടെന്ന് സ്ഥാനാർത്ഥി പട്ടികയിൽ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ അടിച്ചപ്പോൾ താഴെ UDF സ്ഥാനാർത്ഥി എന്നുള്ളത് മാറ്റി NDA സ്ഥാനാർത്ഥി എന്ന് ചേർക്കുക മാത്രമാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും വിചാരിച്ചു പോയ വിരുദൻ വലിയ ആളായി ഇങ്ങനെ മാറും. പിന്നീട് പറഞ്ഞു നോക്കി എന്നെ കൊല്ലം ജില്ലയുടെ പ്രസിഡൻ്റാക്കി മാറ്റാൻ. അപ്പോൾ തന്നെ സാബു എൻ ജേക്കബിന് മനസ്സിലായി കൊല്ലത്ത് ആരെങ്കിലും ഉണ്ടായിട്ട് വേണ്ടി അവിടെ ഒരു പ്രസിഡന്റിനെ നിയമിക്കാൻ. അവിടെ ഉള്ളവരൊക്കെ തന്നെ, അല്ലെങ്കിൽ നിലവിലുള്ളവരൊക്കെ കേരളത്തിൽ മൊത്തത്തിലുള്ളവരുടെ കണക്കെടുത്ത് നോക്കി ജില്ലയിൽ 2 പേര് എന്നുള്ള കണക്കിലേ ഉള്ളൂ. അപ്പോൾ അവിടെ സെക്രട്ടറിയും പ്രസിഡന്റും എന്നുള്ള നിലയിൽ ജില്ലയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുക എന്ന് സാബുവിന് നന്നായിട്ട് അറിയാം. തന്നെയുമല്ല, സാബു എൻ ജേക്കബ് നേരത്തെ മുതൽ തന്നെ ഈ മറുകണ്ഠം ചാടലിന് ഉസ്താദാണ്, ബിരുദനാണ്. അപ്പോൾ സാബു എൻ ജേക്കബിനെ ഒന്ന് പ്രകീർത്തിക്കാനും ഉദ്ബോധിപ്പിക്കാനും ജനങ്ങളെ നന്മയുടെ പാതയിലേക്ക് നയിക്കുന്ന ഒരു നല്ല ഇടയനായി മാറാനും ഒക്കെ സാബു എൻ ജേക്കബിനെ വല്ലാതെ പ്രഷർ ചെയ്തപ്പോഴും സാബു എൻ ജേക്കബ് ഇതൊന്നും കേട്ട ഭാവം പോലും നടിച്ചില്ല എന്നാണ് കേട്ടത്. അപ്പോൾ ഒടുവിൽ താൻ പറഞ്ഞതൊന്നും അംഗീകരിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായതോടുകൂടി പുള്ളിക്ക് കാര്യം മനസ്സിലായി. 20 ലക്ഷം രൂപയ്ക്ക് താൻ ആശിച്ച് മോഹിച്ച് വാങ്ങിച്ചു വെച്ച ആ ബൈക്കും അങ്ങ് പോയി കിട്ടി. BMW ഒരു ബൈക്ക് അതങ്ങ് പോയി കിട്ടി. താൻ ഒടുവിൽ ഏകദേശം കയ്യിലുണ്ടായിരുന്ന കുട്ടികൾക്ക് വേണ്ടി ബാങ്കിലിട്ടിരുന്ന കുറച്ച് പൈസ ഉണ്ടായിരുന്നു. ആ FD വരെ പൊട്ടിച്ചാണ് ഇപ്പോൾ കാര്യങ്ങൾ ഓടിച്ചുകൊണ്ട് പോകുന്നത് എന്ന് വളരെ ദയനീയമായി മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് ആ വിരുദം പറഞ്ഞു കേട്ടപ്പോൾ സത്യത്തിൽ എൻ്റെ പൊന്നു സുഹൃത്തെ വന്നൊന്ന് കണ്ണീരൊപ്പിത്തരാനാണ് തോന്നിയത്. കാര്യം മര്യാദയ്ക്ക് നിന്ന് ഒന്നുകിൽ സംഘിപ്പട്ടമായി എവിടെയെങ്കിലും ഒരിടത്ത് ഒതുങ്ങിക്കൂടണമായിരുന്നു, രണ്ടാമത് ഏതെങ്കിലും കൊങ്ങിപ്പട്ടം മേടിച്ച് അവിടെ അങ്ങ് നിൽക്കണമായിരുന്നു. ഇതിപ്പോൾ രണ്ടും കെട്ട ഒരിടത്തേക്ക് പോയി ചാടിക്കൊടുത്തിട്ട് ഒന്നാമതേ സാബു എൻ ജേക്കബിൻ്റെ മുൻപുണ്ടായിരുന്ന കുറേയധികം സുഹൃത്തുക്കളും ഇതിൻ്റെ സംസ്ഥാന ഭാരവാഹികളും ഒക്കെ പറയുന്നതെങ്കിലും അല്പമൊന്ന് കേൾക്കേണ്ടതായിരുന്നു. സത്യം പറഞ്ഞാൽ നാണവും പോയി മാനവും പോയി, ഇനി കയ്യിലിരുന്ന കാശും പോയി എന്നുള്ളതായി ഈ വിരുദൻ്റെ അവസ്ഥ. ഇനിയിപ്പോൾ ആരെന്ത് പറയാനാണ്? മാധ്യമങ്ങൾക്കിടയിലേക്ക് വന്നു നിന്നുകൊണ്ട് സത്യത്തിൽ മാധ്യമങ്ങൾക്ക് വാർത്തയൊന്നും ഇല്ലാതെ ഓടിക്കൊണ്ടിരിക്കുക. സത്യത്തിൽ ഈ വിരുദൻ 2020 വിട്ട് മാറിയതൊന്നും വലിയ ഒരു രാഷ്ട്രീയ നീക്കമായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയ വാർത്തയോ ഒന്നുമല്ല സത്യത്തിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം, ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കേരള രാഷ്ട്രീയത്തിൽ എടുത്തു പറയത്തക്ക യാതൊരു മെച്ചവുമില്ലാത്ത ഒരാളാണ് എന്ന് പറയേണ്ടി വരും.
ആ വ്യക്തിയെ കൊണ്ട് കേരള രാഷ്ട്രീയത്തിന് എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. പക്ഷേ ഐഷ പോറ്റി CPM വിട്ടിട്ട് കോൺഗ്രസിൻ്റെ പാളയത്തിലേക്ക് ചെന്ന് ആ സ്നേഹത്തിൻ്റെ കടയിലേക്ക് ചെന്ന് കയറിയപ്പോൾ അത് വാർത്തയായി. കാരണം രണ്ട് വട്ടക്കാലം, ഏകദേശം 10 വർഷക്കാലം ഐഷ പോറ്റി എന്ന് പറയുന്ന ഒരാളെ MLA ആക്കിയിരുന്നു. 20 വർഷക്കാലമായി CPM എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി നൽകിക്കൊണ്ടിരുന്ന എല്ലാ ഗുണഗണങ്ങളും അനുഭവിക്കുകയും അധികാരത്തിൻ്റെ എല്ലാ ലാളിത്യവും അതോടൊപ്പം തന്നെ അധികാരത്തിൻ്റെ എല്ലാ ഗുണഗണങ്ങളും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നേടിയെടുത്തതിന് ശേഷമാണ് ഐഷ പോറ്റിക്ക് മറിച്ചൊരു തോന്നലുണ്ടാകുന്നത്. എന്നാൽ തനിക്ക് ഇപ്പോൾ ഈ പറയുന്ന അതായത് കോൺഗ്രസ്സുകാർ ഇപ്പോൾ എന്തൊക്കെയോ കെട്ടിമറിച്ച് തലയിലേക്ക് വെച്ച് തരും. പിന്നെ അവർക്ക് വലിയൊരു സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമ്പോൾ താൻ കൊട്ടാരക്കരയിൽ നിന്ന് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മാറുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ വെറും വാക്കുകളായിരുന്നു. പക്ഷേ കോൺഗ്രസ്സിലായിരുന്നു പിന്നെ നമ്മുടെ ഈ ബിരുദൻ എങ്കിൽ ഇത് പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ മഹാനാണെങ്കിൽ അവിടെ സത്യത്തിൽ അവിടെ വീട് വെച്ച് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ CMDRFിലേക്ക് 1 രൂപ പോലും കൊടുക്കരുത്, ഞാൻ എന്തായാലും 2 പേർക്ക് വീട് വെച്ച് കൊടുക്കുന്നുണ്ട്, 2 വീട്. പക്ഷേ വയനാട്ടിൽ അവിടെ കൃഷിപ്പണി ചെയ്ത് അവിടെ ജീവനോപാധി കണ്ടെത്തി കഴിയുന്ന ആ വയനാട്ടുകാരിലുള്ള 2 ഫാമിലി കൊട്ടാരക്കരയിൽ വന്ന് സ്ഥിരതാമസമാക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ വീട് വെച്ച് കൊടുക്കൂ എന്ന് പറയുന്ന ഒരു പ്രസ്തുത പ്രത്യേക കണ്ടീഷൻ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ എന്നാൽ തന്നെ ഈ വരിതൻ്റെ കയ്യിൽ 2 വീട് വെക്കാനുള്ള കാശുണ്ടായിരുന്നെങ്കിൽ ഈ പാവം പിടിച്ച സണ്ണി വക്കീലിന് നേരെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിരുന്നുകൊണ്ട് ഒരു സിഗരറ്റ് കൂടിൻ്റെ പുറയിൽ എഴുതി വെച്ച കണക്ക് വായിക്കേണ്ട ഗതികേട് ഉണ്ടാകില്ലായിരുന്നു. 2 വീടിനെല്ലാം കൂടെ ചേർത്ത് 20 ലക്ഷം രൂപ അല്ലെങ്കിൽ 40 ലക്ഷം രൂപ കണക്കാക്കിക്കോളൂ. അപ്പോൾ ഏകദേശം 5,38,00,000 എന്നുള്ളത് കുറച്ചുകൂടെ കയറി ഒരു 5,78,00,000 എന്ന് പറയുന്ന ഒരു കണക്ക് നമ്മുടെ സണ്ണി വക്കീലിന് വായിക്കാൻ കഴിയുമായിരുന്നു. ഇനി അതും വേണ്ട, ഈ പാവപ്പെട്ട കുറേ യൂത്ത് കോൺഗ്രസ്സുകാരന്മാർ കഞ്ഞി അതോടൊപ്പം ബിരിയാണി ചലഞ്ചും ആ ചലഞ്ച് ഈ ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് കുറേയധികം പണം ഉണ്ടാക്കിയില്ലേ? പണം ഉണ്ടാക്കി, ആർക്ക് വേണ്ടിയിട്ടാണെന്ന് ചോദിക്കുന്നില്ല, കാശുണ്ടാക്കിയില്ലേ? ആ കാശിനകത്തേക്ക് വേണ്ടിയിട്ട് ഈ 40 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ 1,05,00,000 എന്നുള്ളത് മാറി 1,45,00,000 എന്ന് പറയുന്ന ഒരു കണക്കിലേക്കും അത് എത്തിയേനെ. പക്ഷേ അതൊന്നും ചെയ്തില്ല. പകരം വയനാട്ടിലെ ഒരു 2 കുടുംബക്കാർ അവരവരുടെ ജീവനോപാധി കളഞ്ഞിട്ട് സ്വന്തം നാട്ടിലേക്ക് കൊട്ടാരക്കരയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ വീട് വെച്ച് കൊടുത്ത് അവരെ അവിടെ താമസിപ്പിക്കാം, അവരുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതും വാങ്ങിക്കൊടുത്തോളാം എന്ന് പറയുന്ന ഒരു മുടന്തൻ ന്യായം പറഞ്ഞു. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ബിരുദൻ അറിയാം വയനാട്ടിൽ നിന്ന് സ്വന്തം ജീവനോപാധി കളഞ്ഞിട്ട് ഒരാളും ഈ പറയുന്ന കൊട്ടാരക്കരയിലേക്ക് വണ്ടി കയറില്ല എന്നുള്ള കാര്യം വ്യക്തമായി അറിയാം. ഈ പറയുന്ന ഒരു കൂട്ടുകാരനുമില്ല വസ്തു കൊടുക്കാനെന്നുള്ള വിവരവും വ്യക്തമായി അറിയാവുന്ന ഒരാൾ തന്നെയാണ് ഈ ബിരുദൻ. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു അടി അടിച്ചത്. ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മഹാൻ വിചാരിച്ചിരുന്നെങ്കിൽ 2 ഇടത്തേക്കും ഈ പറയുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി KPCC ഇവിടെ ആപ്പ് വെച്ച ഒരാളാണ്, ഒരു പാർട്ടിയാണ് എന്ന് അതിലേക്ക് കൊടുക്കാമായിരുന്നു. ഇനി അതുമല്ല, ഇവിടെ നിന്ന് പിന്നെ യൂത്ത് കോൺഗ്രസിനെ പറ്റിച്ച് കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് ഏറ്റവും ഒടുവിൽ ബാംഗ്ലൂരിലും അവിടെയും ഇവിടെയും ഒക്കെ പോവുകയും വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കുകയും മേക്കപ്പ്മാന്മാരെ കൂടെ കൂട്ടുകയും ചെയ്ത് ഏറ്റവും ഒടുവിൽ ഗർഭം കലക്കാൻ വേണ്ടി ഗുളിക മേടിച്ചു കൊടുത്ത നേതാക്കന്മാരുടെ അടുത്തേക്കെങ്കിലും അവർക്കെങ്കിലും മെച്ചമുണ്ടാകുമായിരുന്നു എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ തൽക്കാലം നാണവും പോയി മാനവും പോയി, എങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് കരഞ്ഞോളൂ പൊന്ന് അഖിൽമാരാരെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.